We are going to start. We are discussing the poem, our 6th lesson cats, right? അല്ലേ നമ്മുടെ 6th lesson cats നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then take page number 26. Page number 26. Where did we stop in the last class? എവിടെ വരെ എടുത്തത് ലാസ്റ്റ് ക്ലാസ്സിൽ സുബിറ്റി ദേവേ? വരെ എടുത്തു? Write rhyming words for the following. അത് ചെയ്തോ നമ്മള്? Yes, ചെയ്തിട്ടുണ്ട്. Okay, then make as many words as you can from the word cupboard. അത് വേണ്ട നമുക്ക്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ അല്ല. നെക്സ്റ്റ് നോക്കാം, let us learn grammar. Let us learn grammar. Today we are going to learn some grammar and it's about nouns. ഇതെന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? നൗൺസിനെ കുറിച്ചിട്ടാണ് അല്ലേ? നൗൺസ് എന്താ നിങ്ങൾക്ക് അറിയില്ലേ? In the last lesson we learned what is nouns അല്ലേ? noun എന്താന്ന് പഠിച്ചു. എന്താ noun? What is a noun? Things, person, places, animals. Noun is the name of a person, place, animal or thing. Alle? Noun is the name of a person, place, animal or thing. What happened, Devanjana? Why are you sad today? Endu petti? Okay. Are you okay? Yes. Okay. Today we are going to learn countable nouns and uncountable nouns. Countable nouns എന്താണ്, uncountable nouns എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ nouns എന്താണെന്ന് പറഞ്ഞു? A noun is the name of a person, place, animal or thing. വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ആനിമൽസിന്റെയോ സാധനങ്ങളുടെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് നമ്മൾ എന്ത് പറയാ? nouns എന്ന് പറയാ. Okay. Today we are going to learn countable nouns and uncountable nouns. Countable nouns എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നൗൺ എന്താണെന്ന് ക്ലിയർ ആയിട്ട് എന്റെ മക്കൾക്ക് ഇപ്പൊ അറിയാലോ? നൗൺ എന്താണെന്ന് അറിയാലോ? ഒരു സെന്റൻസിൽ നൗൺ കണ്ട ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനും അറിയാലോ? യെസ്. ഓക്കെ, അണ്ടർലൈൻ ദ ഫസ്റ്റ് സെന്റൻസ്. Nouns that are the names of things that can be counted are called countable nouns. Underline that sentence. Underline the first sentence, Suryadev. Nouns that are the names of things that can be counted are called countable nouns. എന്താ countable nouns? സാധനങ്ങളുടെ പേരാണ് അല്ലേ? നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ത്? countable nouns. ഫോർ എക്സാമ്പിൾ പറഞ്ഞ എന്റെ മക്കൾക്ക് മനസ്സിലാവും. ആപ്പിൾസ് ആൻഡ് ബനാനാസ്. ഓക്കെ, ആപ്പിളും ബനാന എത്ര എണ്ണം നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ലേ? കുറച്ച് ആപ്പിൾ എവിടെ വെച്ചിട്ട് നമുക്ക് അത് എണ്ണി എടുക്കാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതെന്താണ്? കൗണ്ടബിൾ നൗൺ ആണ് ഇല്ലേ? ഇനി അവിടെ കുറച്ച് മിൽക്ക് വെച്ചാലോ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത് എത്ര മിൽക്ക് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നോ. വാട്ടർ ആണെങ്കിലോ, ഓയിൽ ആണെങ്കിലോ അതൊന്നും നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയാ? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാ. കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് എന്ത് പറയാ? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാ. Nouns are the names of things that can be counted are called countable nouns. അപ്പൊ countable nouns എന്താണെന്ന് മനസ്സിലായല്ലോ? Nouns that are the names of things that can be counted are called countable nouns. Okay. Nouns that are the names of things that cannot be counted are called uncountable nouns. Underline the second sentence also. Second sentence കൂടി underline ചെയ്യുക. Nouns that are the names of things that cannot be counted. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം നൗൺസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതെല്ലാം എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസ് എണ്ണാൻ കഴിയാത്തതാണ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ കൗണ്ടബിൾ നൗൺസ് അൺകൗണ്ടബിൾ നൗൺസ് ക്ലിയർ ആയല്ലോ ഇല്ലേ? കൗണ്ട് ചെയ്യാൻ കഴിയുന്നത് കൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഇനി അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണാൻ കഴിയാത്തതാണ് അല്ലെ? ദാറ്റ് cannot be counted. Can be and cannot be. കഴിയുന്നതും കഴിയാത്തതും, എണ്ണാൻ കഴിയുന്നതും എണ്ണിയെടുക്കാൻ പറ്റാത്തതും. ഓക്കെ,
Example, Ram helped himself to apples and bananas. Apples and bananas. Okay, apples and bananas endana. That are the examples for countable nouns alle. Apple and banana namalku enni edukkan pattilla, count cheyan pattillado. Apples and bananas. And he also had some milk. Milk enda, is it countable or uncountable? Uncountable. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല മിൽക്കിനെ അല്ലേ? അല്ലേ, നമുക്ക് ഇനി കുറച്ച് പെൻസ് ആണെങ്കിലോ നമുക്ക് ഇത് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? ഇത് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. ഈ പെൻസ് 3 എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് കൗണ്ടബിൾ നൗൺസ് ആണ്. Okay. Apples and bananas can be counted and can be given a number, while milk cannot. അവിടെ ഇപ്പൊ മിസ് പറഞ്ഞ കാര്യമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ആപ്പിൾസും ബനാനസും എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണിയിട്ട് അതിന് നമ്പർ കൊടുക്കാൻ പറ്റും. എത്ര ആപ്പിൾ ഉണ്ട്, എത്ര ബനാനസ് ഉണ്ട്, നമുക്ക് എണ്ണി അതിന് നമ്പർ കൊടുക്കാൻ പറ്റും. While milk cannot. പക്ഷെ നമുക്ക് മിൽക്കിന് എണ്ണി ഒരു നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഒരു മിൽക്ക്, 2 മിൽക്ക് നമ്മൾ പറയുന്നുണ്ടോ? നോ, അങ്ങനെ പറയുന്നില്ലല്ലോ നമ്മള്. Then to show the quantity of countable nouns, we use many, few, a number of. To show the quantity of uncountable nouns, we use a lot of, plenty of, much, some, less, many, few, a lot of, and much are called quantifiers. Okay, underline that sentence also. Okay, to show the quantity of countable nouns. കൗണ്ടബിൾ നൗൺസിന്റെ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയത്? മെനി, ഫ്യൂ, എ നമ്പർ ഓഫ്. ഓക്കെ, മെനി, ഫ്യൂ, എ നമ്പർ ഓഫ്. എക്സാമ്പിൾ ഇപ്പുറത്ത് വരുന്നുണ്ട്, അപ്പൊ എന്റെ മക്കൾക്ക് ക്ലിയർ ആവും. ഇനി ടു ഷോ ദ ക്വാണ്ടിറ്റി ഓഫ് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസിന്റെ എന്താ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി, അതിന്റെ അളവ് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നറിയോ? എ ലോട്ട് ഓഫ്, ലോട്ട് ഓഫ്. ഓക്കെ, പ്ലെന്റി ഓഫ്, ധാരാളം, പ്ലെന്റി ഓഫ്. അണ്ടർലൈൻ ദ സെന്റൻസ്. മച്ച്, സം, ലെസ്, മെനി, ഫ്യൂ, എ ലോട്ട് ഓഫ് ആൻഡ് മച്ച് ആർ കോൾഡ് ക്വാണ്ടിഫയേഴ്സ്. അതൊക്കെ എന്താണ്? ആ വേർഡ്സിനെ പറയുന്നത് എന്താണ്? ക്വാണ്ടിഫയേഴ്സ്. ക്വാണ്ടിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് നമ്മൾ എന്ത് പറയും? ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയും. ഓക്കെ, ക്വാണ്ടിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിന് എന്താ പറയാ? ക്വാണ്ടിഫയേഴ്സ്. ഡൗട്ട് ഉണ്ടോ? സ്പീഡ് ആവും നിനക്ക് പറയണേ. ഓക്കെ, പേജ് നമ്പർ 27. പേജ് നമ്പർ 27 കുഞ്ഞു കാര്യമാണ്. നമുക്ക് എണ്ണാൻ കഴിയുന്ന സാധനങ്ങൾ എന്താണ്? കൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി എണ്ണം കഴിയാത്തത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, പേജ് നമ്പർ 27. E. Read these sentences and state whether the underlined words are countable or uncountable. Okay, സ്പീഡ് ആയി അല്ലേ? Read these sentences അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് വായിക്കുക. And state whether the underlined words are countable or uncountable. എന്നിട്ട് എന്താ നമ്മളുടെ ഡ്യൂട്ടി? എന്താ നമ്മൾ ചെയ്യേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസില് അണ്ടർലൈൻ ചെയ്ത വേർഡ്സ്, അണ്ടർലൈൻ ചെയ്ത നൗൺസ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ. Shirley showed little interest in music. Shirley showed little interest in music. Okay, sorry. Here the underlined word is music. Underlined word ഏതാണ്? മ്യൂസിക് ആണ് അല്ലേ? Is it countable or uncountable? മ്യൂസിക് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? Say yes or no. That's enough. No. So that is it countable or uncountable? Countable ആണെങ്കിൽ ഇങ്ങനെ പറയാ, uncountable ആണെങ്കിൽ ഇങ്ങനെ പറയാ. വെരി ഗുഡ്, അൺകൗണ്ടബിൾ ആണല്ലേ? മ്യൂസിക് നമുക്ക് എണ്ണി എടുക്കാനോ കൗണ്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ റൈറ്റ് ദാറ്റ് ഈസ് കൗണ്ടബിൾ നൗൺ, സോറി അൺകൗണ്ടബിൾ നൗൺസ്. അവിടെ എഴുതുക അൺകൗണ്ടബിൾ, സ്പെല്ലിംഗ് അവിടെ തന്നെ ഉണ്ട്. UNCOUNTABLE. സിനാൻ എഴുതുന്നത് ഞാൻ കാണുന്നില്ല. റൈറ്റ് ഇറ്റ് ആസ് അൺകൗണ്ടബിൾ. സിനാൻ.
അടി മേടിക്കുക. ഞാൻ വീട്ടിലേക്ക് വരും സിനാനെ. എഴുതിയേ. ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക്. സിനാൻ. Write it as uncountable. Okay, then second one. Sita has a number of stamps. Stamp. Stamp നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? Stamp നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? Yes. Then write it as countable. Countable. Stamps. Third one. Prem's father has a scooter. 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 നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? Scooter. Scooter. Yes, very good. That is countable noun. Scooter is a countable noun. Write it as countable noun. Countable noun. Okay. Then fourth one. The children brought plenty of snacks to the picnic. Plenty of snacks. A plenty namale. Andrew's friends, listen here. What are you looking at? Are you listening in the class? Okay. Here a word is used. The children brought plenty of snacks. Plenty node ചേർത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് plenty ചേർക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? Uncountable nouns ന്റെ quantity കാണിക്കാൻ വേണ്ടിയിട്ടാണ് plenty നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. Then plenty of snacks എന്ന് പറയുമ്പോൾ is it countable or uncountable? Uncountable. Very good. Right? Uncountable. Uncountable. Then last one, fifth one. There was dash food on the table. Sorry. Many hands make more work. Sorry. Many hands make work light. Many hands. Hands. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? Then write it as countable. Last one, hands countable. We can count our hands. Okay. Okay, all of you finished? Yes. Then F. F നോക്കുക മക്കളെ. F. Filling the blanks with the correct quantifiers from the brackets. അപ്പൊ നമ്മളിപ്പോ ക്വാണ്ടിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്വാണ്ടിഫയേഴ്സ് പഠിച്ചിട്ടില്ലേ? എവിടെയാ പഠിച്ചത്? ഇവിടെ ഗ്രാമറിന്റെ പോർഷനിൽ ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ഏതൊക്കെ ക്വാണ്ടിഫയേഴ്സ്? മെനി, ഫ്യൂ, എ നമ്പർ ഓഫ്, എ ലോട്ട് ഓഫ്, plenty of, much, some, less, many, few, a lot of, and much are the quantifiers. Okay. Then here our F. നോക്കുക. Filling the blanks with the correct quantifiers from the brackets. Brackets കൊടുത്തിട്ടില്ല. Quantifiers നോക്കിയിട്ട് correct ഏതാണെന്ന് ചൂസ് ചെയ്ത് ആ blanks fill ചെയ്യുക. Okay. First one. I have dash work to finish. Some or many. I have some or many work to finish. Which is the correct answer? I have some work to finish, right? Some. S-O-M-E, some. First one, some ആണ്. S-O-M-E, some. Okay. Then second one. There is dash water in the well. There is one water in the well or some. There is plenty of water in the well. ധാരാളം വെള്ളമുണ്ട്. ഒരു വെള്ളം എന്ന് നമ്മൾ പറയുമോ? No. That is the wrong answer. Then write it as plenty of water, right? There is plenty of water in the well. There is plenty of water in the well. Okay. Third one. There are dash birds in the nest. There are 4 birds in the nest or there are much birds in the nest. Which is the correct answer? 4. Very good. We can count birds. Then write 4. F-O-U-R, 4. There are 4 birds in the nest. There are 4 birds in the nest. There are 4 birds in the nest. Okay. Okay. Then another one. A tall man planted
dash saplings in his garden. A few or less. Which is the right answer? The tall man planted a few saplings in his garden. A few, right? A few. A few. Last one, fifth one. There was dash food on the table. There was dash food on the table. Some food on the table or several food on the table. Which is the right answer? Some. Right? S-O-M-E, some. There was some food on the table. Okay. Okay. Next work, let us listen. We can skip that. അത് വേണ്ട. Exam oriented ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. നമുക്ക് വേണ്ട. എക്സാമിന് വരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Next, let us write. Last question. Take it as your homework. Do you like cats? Do you like cats? Shambile. Shambile. Listen here. ക്ലാസ് കഴിഞ്ഞിട്ട് വർത്താനം പറ കേട്ടാ. ഇഷ്ടംപോലെ സമയമില്ലേ? Do you like cats? Catsന് ഇഷ്ടമാണ്. Then write 6 sentences supporting your answer. നിങ്ങൾ ആൻസർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ നിങ്ങൾക്ക് കാറ്റ്സിന് ഇഷ്ടമാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഒരു 5 എന്തുകൊണ്ടാണ് ഇഷ്ടം അതിനെ കുറിച്ചിട്ട് ഒരു എത്രയാ 6 sentences. You have to write six sentences to support your answer. Okay? ഒരു 6 സെന്റൻസ് നിങ്ങൾക്ക് പൂച്ചേനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 6 സെന്റൻസ് എഴുതിട്ട് വരിക. That's your homework. Our 7th lesson, next page, life in Ladakh. Life in Ladakh. Okay. എന്താ നിഹാലേ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ആൻസർ കിട്ടിയിട്ടില്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും എഴുതണം അത്രേ. ഓക്കെ. Then Ashin. ഏത് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു? കിട്ടിയില്ല. ഫസ്റ്റ് വൺ കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്യൂബ് നോക്കുക കേട്ടോ മോനെ. അത് വാട്സാപ്പിൽ ഒന്നും കൂടെ അയക്കുവോ? വാട്സാപ്പില് നോക്കട്ടെ. എന്താ ഷെഫി സ്പീഡിൽ പറ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? പറഞ്ഞ മോളെ ഷെഫി. ടീച്ചർ എനിക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. ഓക്കെ നമുക്ക് എഴുതാം. Page number 28. Page number 28. Life in Ladakh. Life in Ladakh. എന്താ ആൻസർ? ടീച്ചർ എനിക്കും ഒന്നാമത്തെയും രണ്ടാമത്തെയും അത് ഞാൻ തരാന്ന് പറഞ്ഞല്ലോ മോളെ. കിട്ടാത്തവരെല്ലാം എഴുതിയെടുക്കും, ഞാൻ ഇട്ട് തരാം വാട്സപ്പില്. ഓക്കെ, പ്രശ്നം തീർന്നില്ലേ? ഇനി ആർക്കില്ലല്ലോ ഡൗട്ട് ഒന്നും? ലൈഫ് ഇൻ ലഡാക്ക്, ഗെറ്റ് സെറ്റ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റ് ടെക്സ്റ്റ് എടുക്കാം. ലൈഫ് ഇൻ ലഡാക്ക്, ലഡാക്കിലെ ജീവിതം അല്ലെ? ലൈഫ് ഇൻ ലഡാക്ക്, ലഡാക്കിലെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. നമ്മൾക്ക് അറിയില്ലല്ലോ ലഡാക്കിലെ ജീവിതം എന്താണ്, ലഡാക്കിലെ പീപ്പിൾ എന്താ ചെയ്യുന്നത്, ലഡാക്ക് എങ്ങനെയാണെന്ന്. ഷംവിയിലെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ കേട്ടല്ലോ. ക്ലാസ്സിൽ ഇരിക്കുന്നില്ലെങ്കിൽ പോയിക്കോളുക. ലൈഫ് ഇൻ ലഡാക്ക്. ഓക്കെ, എ ജെന്റിൽ ബ്രീസ്. മിസ് ഒന്ന് വായിക്കാം ഫസ്റ്റ് പാരഗ്രാഫ്. എല്ലാവരും നോക്കുക, കൈ തൊട്ട് വായിക്കുക. യൂസ് യുവർ ഫിംഗേഴ്സ് ടു റീഡ്. ഓക്കെ, a gentle breeze blows and tall trees sway gently. A large magpie walks boldly down the road. It's a warm, sunny morning in June in Nimmo, a village in Ladakh.
Ladakh is a beautiful region in state of Jammu and Kashmir in North India. It is located high up in the Himalayas. If you go to Ladakh, you will be about 10,000 feet above the sea level. All around, you will see tall mountains with snow-capped peaks. It is a beautiful sight indeed. Okay, Noka. Ibn Biju is coming. A gentle breeze blows and tall trees sway gently. Breeze means what? Kaatana, le? Breeze. Ilam kaatana. Okay. A gentle breeze blows. Blows means veeshiyana. A gentle breeze blows and tall trees sway gently. Okay. നമ്മുടെ കാറ്റടിക്കുന്ന സമയത്ത് എന്തായിട്ട് എന്ത് ചെയ്യും? വലിയ മരങ്ങൾ ആടും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. It will sway gently. Okay. A gentle breeze blows and tall trees sway gently. Okay. Tall എന്താ? ഉയരമുള്ളതാണ് അല്ലേ? Tall, വലിയത്. Then a gentle breeze. When a gentle breeze blows, our tall trees swaying. And that gentle breeze. Okay. A large magpie. Magpie means what? Magpie. Magpie means what? It's a bird. അല്ലേ? മാഗ്പി എന്താണ്? ബേർഡ് ആണ്. വായാടിയാണ്. വായാടി തത്ത എന്നൊക്കെ പറയുന്നില്ലേ? It's a kind of bird. Okay? വായാടി. A gentle breeze blows and the tall trees sway gently. A large magpie, ഒരു വലിയ magpie walks boldly down the road. Walks boldly down to the road. അല്ലേ? റോഡിന്റെ താഴേക്ക് നടന്നു വരുന്നുണ്ട്. ആര്? A large magpie. It is a warm sunny morning in June in Nimo, a village in Ladakh. ഇത് എവിടെയാണ് നടക്കുന്നത്? ലഡാക്കിലെ നിമോ എന്ന് പറഞ്ഞ വില്ലേജിലാണ് അല്ലേ? That is a warm and sunny morning in June. ജൂണിലെ ഒരു നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു അല്ലേ? It is warm and sunny morning in Nimo. That is a village in ലഡാക്ക്. ലഡാക്കിലെ നിമോ എന്ന് പറഞ്ഞുള്ള വില്ലേജിലെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി, നമ്മുടെ ഈ ലെസണിൽ പറയുന്നത്. നിമോ ഇൻ ലഡാക്ക്. ഓക്കെ, നിമോ ഇൻ ലഡാക്ക്. Then Ladakh is beautiful region in state of Jammu and Kashmir in North India. നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ ജമ്മു കാശ്മീരിലെ ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായ റീജിയൻ ആയിരുന്നു ഏത്? നമ്മുടെ ലഡാക്ക്. ലഡാക്ക് എവിടെയാണ്? It is situated in പറയുന്നുണ്ട് ഇവിടെ ഹൈ അപ്പ് ഇൻ ദി ഹിമാലയസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ലഡാക്ക് ഈസ് ബ്യൂട്ടിഫുൾ മീൻസ് മനോഹരം. റീജിയൻ മീൻസ് പ്രദേശം. പ്രദേശം എന്നുള്ള മീനിങ് എടുത്താൽ മതി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റീജിയൻ ഇൻ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ്, മനോഹരമായ പ്രദേശമായിരുന്നു ഏത്? ലഡാക്ക്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഹൈ അപ്പ് ഇൻ ദി ഹിമാലയാസ്. എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഹൈ അപ്പ് ഇൻ ദി ഹിമാലയാസ്. ഹിമാലയസിന്റെ മുകളിലായിട്ടാണ് ഈ ലഡാക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹൈ അപ്പ് ഇൻ ദി ഹിമാലയാസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഹൈ അപ്പ് ഇൻ ദി ഹിമാലയാസ്. Christy Sindo, listen here. Seba and Aaron Kazil, please turn on a video. I can't see you. Okay. You will be if you go to Ladakh, നിങ്ങൾ ലഡാക്കിൽ പോവുകയാണെങ്കിൽ you will be about 10,000 feet above the sea level. നിങ്ങൾ ലഡാക്കിൽ പോവുകയാണെന്ന് വിചാരിക്കാം, നിങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? You will be about 10,000 feet above the sea level. നമ്മുടെ കടലിന്റെ ആ ഒരു ലെവലിലെ സീ ലെവലിൽ നിന്നും 10,000 ലെവൽ മുകളിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക ലഡാക്കിൽ പോകുന്നതാണെങ്കിൽ. അപ്പൊ അതിനെന്താ മീനിങ്? ലഡാക്ക് എവിടെയാണ്? ഇറ്റ് ഈസ് ഹൈ അപ്പ് ഇൻ ദ ഹിമാലയസ് അല്ലെ? ഹിമാലയത്തിന് മുകളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സീ ലെവലിൽ നിന്നും 10,000 ഫീറ്റ് എബവ് മുകളിലാണ് അല്ലെ? 10,000 ഫീറ്റ് എബവ് ആണ് ഏത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലഡാക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യു വിൽ സീ ടോൾ മൗണ്ടൻസ് വിത്ത് സ്നോ കേപ്ഡ് പീക്സ്. ഓക്കെ, all around, ചുറ്റും എന്താ കാണുന്നത്? all around you will see tall mountains.
If you go to Ladakh, you can see there are many tall mountains. Mountains എന്താ? പർവ്വതങ്ങളാണ് അല്ലേ? Tall mountains എന്താ? ഉയരമുള്ളതാണ് അല്ലേ? ഉയരമുള്ള പർവ്വത നിരകളായിരിക്കും നിങ്ങൾക്ക് ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. You can see all around. There are lot of tall mountains. Okay. You will see tall mountains with the snow-capped peaks. Snow-capped peaks എന്താ? Covered with full of snow അല്ലേ? മഞ്ഞ് കട്ടകൾ കൊണ്ട് പൊതിഞ്ഞ, എങ്ങനെ പൊതിഞ്ഞതാണ്? എങ്ങനെയുള്ള പർവ്വതമാണ്? A mountain that is filled with snow. That is snow-capped peaks അല്ലേ? മഞ്ഞ് കട്ടകൾ കൊണ്ട് പൊതിഞ്ഞ വലിയ ഉയരമുള്ള പർവ്വതങ്ങളാണ് നിങ്ങൾക്ക് ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. If you go to Ladakh, you will see tall mountains that is filled with full of snow. Okay. മഞ്ഞിൽ പൊതിഞ്ഞ പർവ്വതങ്ങൾ, ഉയരമുള്ള പർവ്വതങ്ങളാണ് നിങ്ങൾക്ക് ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. Where is our Ladakh is situated? Ladakh is situated high up in the Himalayas അല്ലേ? വെറും ഹിമാലയസ് അല്ല, high up in the Himalayas. ഹിമാലയത്തിന് മുകളിലാണ്. Okay, if you go to Ladakh, you will be 10,000 feet above the sea level അല്ലേ? Sea level നിന്നും 10,000 feet മുകളിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. Then അതുവരെ മിസ് ഒന്നും കൂടി വായിച്ചു തരാം. സേറക്കുട്ടി, അതൊക്കെ പിന്നെ കളിക്കാം. ഈ നൂലും കയറൊക്കെ കൊണ്ട് പിന്നെ കളിക്കാം. ഇപ്പൊ എന്തിനാ ക്ലാസ്സിൽ എഴുതുന്നത്? ആകെ നിങ്ങൾക്ക് 40 മിനിറ്റ് അല്ലേ ഉള്ളൂ. A gentle breeze. മിസ് സ്റ്റാർട്ടിങ് മുതലാണ് വായിക്കുന്നത്. നോക്കണേ. A gentle breeze shows and tall trees sway gently. A large magpie walks boldly down the road. It is a warm, sunny morning in June in Nimo, a village in Ladakh. Ladakh is a beautiful region in state of Jammu and Kashmir in North India. It is located high up in the Himalayas. If you go to Ladakh, you will be about 10,000 feet above the sea level. All around you will see tall mountains with the snow-capped peaks. It is a beautiful sight indeed. Okay. Next paragraph നോക്കുക. കുഞ്ഞു പാരഗ്രാഫും കൂടി നമ്മൾക്ക് എടുക്കാൻ പറ്റുമോ നോക്കാലോ. ടാഷി ഡോർജെ. Who is ടാഷി ഡോർജെ? അവിടെ കൊടുത്തിട്ടുണ്ട്. A farmer lives in Nimo. Who is ടാഷി ഡോർജെ? Who is ടാഷി ഡോർജെ? He is a farmer and who lives in Nimo. നിമോ എന്ന് പറഞ്ഞ വില്ലേജിൽ താമസിക്കുന്ന ഒരു കർഷകനാണ് ആര്? ടാഷി ഡോർജെ. ഓക്കെ, ആർ യു ലിസണിങ് ഹിയർ? കൃപ, ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? എന്തിനാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ഒരുപാട് പ്രാവശ്യം ഞാൻ എല്ലാവരും കാണുന്നു. ഒന്ന് അനങ്ങാതെ ഒന്ന് ഇരുന്നേ ക്ലാസ്സില്. അതിനിടക്ക് തല ചൊറിയുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. സൂം ആക്കുന്നു അല്ലേ സിനാന്? ടാഷി ഡോർജെ. ആരെ ടാഷി ഡോർജെ? He is a farmer and he lives in Nimo. Okay, നിമോ എന്ന് പറഞ്ഞ പ്രദേശത്ത് താമസിക്കുന്ന ഒരു കർഷകനായിരുന്നു ആര്? ടാഷി ഡോർജെ. His fields are in the lower part of the village. അദ്ദേഹത്തിന്റെ ഫീൽഡ് എവിടെയായിരുന്നു? പാടം എവിടെയായിരുന്നു? കർഷകനാകുമ്പോൾ എവിടെ പണിയെടുക്കുന്നത്? പാടത്താണല്ലേ. Then his fields are in the lower part of the village. ആ വില്ലേജിന്റെ ലോവർ പാർട്ടിലായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ fields. Tashi's house is higher up on the slope of the mountain. All the villagers build their houses on the mountain slopes and have fields at the foot of the mountains. Okay, നോക്കാം. Tashi's house is higher up on the slope of the mountain. ടാഷിയുടെ വീട് എവിടെയാണ്? ടാഷിന്റെ വീട് എവിടെയാണ്? നോക്കി പറഞ്ഞേ. Tashi's house is higher up അല്ലേ? മുകളിലായിട്ടാണ്. എവിടെ? higher up on the slope of the mountain. മൗണ്ടൈൻ സ്ലോപ്പില് മുകളിലായിട്ടാണ് ആരുടെ വീട്? നമ്മുടെ ടാഷി ഡോർജന്റെ വീട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. All the villages, എല്ലാ ആ വില്ലേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ്? ആ വില്ലേജിലെ എല്ലാവരും. ആ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ് ആര്? വില്ലേജേഴ്സ്.
ഇനി സേറ കടി തന്നെ കിട്ടും എന്റെ കയ്യിൽ നിന്ന് വീട്ടിൽ വന്നിട്ട്. സിറ്റ് പ്രോപ്പർലി. Okay. All the villagers build their houses on the mountain slopes and have fields at the foot of the mountains. നോക്ക, all the villagers build their houses അല്ലേ? ആ വില്ലേജേഴ്സ് എല്ലാവരും അവരുടെ വീട് എവിടെയാണ് ബിൽഡ് ചെയ്തത്? എവിടെയാണ്? build their houses on the mountain slopes. Mountain slopesലാണ് അവര് വീട് പണിയുന്നത്. And have fields at the foot of the mountains. Foot of the mountain means lower part, താഴെ, ഏറ്റവും താഴെ അല്ലേ? നമ്മുടെ ഫുട്ട് എവിടെ? താഴെയല്ലേ? അപ്പൊ ആ മൗണ്ടൻ സ്ലോപ്പിന്റെ ഏറ്റവും അടിയിലാണ് എന്ത്? അവരുടെ ഫീൽഡ്സ് ഉണ്ടാവുക. വീട് എവിടെയാണ്? Their houses are located in the slope, mountain slopes. Okay. Tashi Dorje, a farmer, lives in Nemo. His fields are in the lower part of the village. Tashi's house is higher up on the slope of the mountain. All the villagers build their houses on the mountain slopes and have fields at the foot of mountains. Okay, I think that's enough for today. ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലേ? മതിയോ? അതോ നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി എടുക്കണോ? നെക്സ്റ്റ് പാരഗ്രാഫ് വേണോ? വേണ്ട, ഇനിയിപ്പോ മതി. Shall we wind up the class? Yes. Then bye. See you in the next class. Bye. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കഴിഞ്ഞിട്ട് മിസ് വായിപ്പിച്ചേക്കാം കേട്ടോ. ഇപ്പൊ വായിപ്പിക്കാനുള്ള സമയമില്ല. Then bye.